നമസ്കാരം. ഇപ്പോൾ ഞാനീ താമസിക്കുന്നൊരു വാടക വീട്ടിലാണ്. വാടക വീടെന്ന് പറഞ്ഞാൽ എത്ര വാടക വീട് ഞാൻ മാറിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ജനിച്ചത് മുതൽ ഇതുവരെ കുറഞ്ഞതൊരു 10-25 വീടുകളിലെങ്കിലും ഉണ്ടെന്നാണ് തോന്നുന്നത്. എൻ്റെ ജനിച്ച വീട് മുതൽ. അത് ജനിച്ച വീടെന്ന് വെച്ചാൽ ആ സമയത്ത് എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ആ വീട് ഇപ്പോഴും ഓർമ്മയുമില്ല. വാടക വീട് ഒഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പാട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. വാടക വീടൊഴിഞ്ഞു ഞാനെൻ്റെ വാടക വീടൊഴിഞ്ഞു, വാതിൽ താഴിട്ടു താക്കോലേൽപ്പിച്ചു, വേദനയോടെ പടിയിറങ്ങി, വേദനയോടെ പടിയിറങ്ങി. ജീവിതം തന്നെ ഒരു വാടക വീടാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് കേട്ടു, നിങ്ങൾ ആസ്വദിച്ചു. പക്ഷേ ഈ വാടക വീടിനകത്ത് ഇത് ഒരു നിലയൊന്നുമല്ല, പല നിലകളാണ്. അതിനകത്ത് ഒരു വാടക നിലയും കൂടെ ഉണ്ട് ഇതിനകത്ത്. കുമാരി, കുമാരി, ഞാൻ കുമാരി എന്ന് വിളിക്കുന്നെങ്കിലും കുമാരിയല്ല, എൻ്റെ ഭാര്യയാണ്. പ്രസന്ന വാട്ടർ അതോറിറ്റിയിലായിരുന്നു. ജീവിതത്തിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 28-29 വർഷം, 30 വർഷമായെന്ന് തോന്നുന്നു. 29 വർഷം സഹിച്ചതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. എങ്കിലും ജീവിതത്തിൻ്റെ ഓരോ പടവും കയറുമ്പോഴും പാട്ടെഴുതാനുള്ള, അതാണല്ലോ എൻ്റെ ജോലി, അതാണല്ലോ പാട്ടെഴുതാനുള്ള സാഹചര്യങ്ങൾ ഇഷ്ടം പോലെ ദാനം ചെയ്തിട്ടുള്ള ഒരു സൽസ്വഭാവി എന്ന് ഞാൻ പറയുന്നില്ല, ഒരു സ്വഭാവിയാണ് എൻ്റെ മിസ്സിസ്. ഇതിലേറ്റവും രസമല്ല, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് അടുത്ത ദിവസം ഒരു പടം റിലീസ് ചെയ്യുന്നു, മുരളി മൂവീസ് രാമേന്ദ്രൻ്റെ ആലിംഗനം എന്നുള്ള പടം. അത് വളരെ രസമാണ്. കല്യാണം കഴിഞ്ഞ് അടുത്ത ദിവസമാണ് ആലിംഗനം. ഇത് കഴിഞ്ഞ് ആലിംഗനം കാണാനായിട്ട് ഞങ്ങൾ പോകുന്നു. അതിനകത്ത് കുമാരിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, ചന്ദനഗന്ധികൾ വിരിയും തീരം, അങ്ങനെ തുടങ്ങുന്നൊരു പാട്ട് യേശുദാസ് പാടിയത്. പക്ഷേ ആ പാട്ട് ഒരിക്കലും മറക്കാൻ ഒക്കില്ലെന്നാണ് ഞാൻ മറന്നെങ്കിലും, അത് മറക്കാൻ ഒക്കില്ലെന്നാണ് കുമാരി പറയുന്നത്. എന്ത് പറയുന്നു കുമാരി? അങ്ങനെ തന്നെയാണ്, മറക്കാൻ പറ്റാത്തൊരു പാട്ട്. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സംഗീത പങ്കാളി തന്നെയാണ്. പാടാനൊന്നും അറിയില്ല എങ്കിലും. കുമാൻ, ഇനി വരൂ. ഇതാണ് ഞങ്ങളുടെ ഒരേ ഒരു പുത്രൻ. ശ്രീരാമചന്ദ്ര ജയ പാടിദൂതുവരും ആഞ്ജനേയ ഹനുമൻ. ശ്രീരാമചന്ദ്ര ജയ പാടിദൂതുവരും ആഞ്ജനേയ ഹനുമൻ. അടിയങ്ങളേറ്റ ദുരിതങ്ങൾ തീർത്ത കടൽ താണ്ടുവാൻ കഴിയണേ. അടിയങ്ങളേറ്റ ദുരിതങ്ങൾ തീർത്ത കടൽ താണ്ടുവാൻ കഴിയണേ. ശരിക്കും ബിച്ചു തിരുമലയാകുന്നത് ഈ പ്രദേശത്ത് വന്നതിന് ശേഷമാണ്. എൻ്റെ പേര് ശിവശങ്കരൻ നായർ എന്നാണ്. പട്ടാണിക്കുത്തിലെ ശങ്കരപ്പിള്ള ജഡ്ജിയുടെ ശങ്കറും എൻ്റെ അമ്മയുടെ അച്ഛനായ ശിവരാമപിള്ളയുടെ ശിവനും ചേർത്ത് ശിവശങ്കരൻ നായർ എന്നായിരുന്നു എനിക്ക് പേരിട്ടത്. ഇവിടെ വീട്ടിൽ കൊച്ചിലെ കുട്ടികളെ വിളിക്കും പോലെ അപ്പം വിളിച്ചു തുടങ്ങിയ ഒരു പേരാണ് ബിച്ചു എന്നുള്ളത്. ഈ തിരുമലയിൽ വന്നതിന് ശേഷമാണ് ബിച്ചു തിരുമല ഞാൻ സ്വന്തമാക്കുന്നത്. അതുവരെ ബിച്ചു തിരുമല എവിടെയായിരുന്നു എനിക്കറിയില്ല. പക്ഷേ ഇപ്പോഴും ബിച്ചു തിരുമലയുടെ തിരുമല എന്ന പദം എൻ്റെ പേരിനോട് മാത്രം ചേർന്ന് കിടക്കുന്നു എന്നുള്ളതല്ലാതെ ഈ സ്ഥലമൊക്കെ എൻ്റെ ഇന്ന് നഷ്ടമായി, എല്ലാം പോയി. ഇപ്പോൾ പേരിൽ മാത്രം ഒതുക്കിക്കൊണ്ട് ഞാൻ ഒരു കാലത്ത് മുഴുവൻ വിഹരിച്ച് നടന്നിരുന്ന ഈ സ്ഥലം ഇപ്പം മനസ്സിൽ മാത്രമാക്കി ഒതുക്കി, എൻ്റെ പേരിലും ഒതുക്കി ഞാൻ ബിച്ചു തിരുമലയായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക. പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ആംഗലേയ സാഹിത്യത്തിലേക്ക് ഇറങ്ങുന്നത് എബ്രഹാം മെമ്മോറിയൽ സ്കൂൾ എന്ന ഈ
മഹനീയ വിദ്യാലയത്തിൻ്റെ മുറ്റത്താണ്. 6ാം ക്ലാസ് മുതൽ SSLC വരെ പഠിപ്പിച്ച സാറന്മാരും ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നവരിൽ എല്ലാവരെയൊക്കെ ഇപ്പോൾ ഉണ്ടോ, ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെ അറിയില്ല. എങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ മിക്കവാറും എന്നും കാണുകയും പരിചയപ്പെടുകയും വർത്തമാനം പറയുകയും ചെയ്യുന്ന സാറന്മാരിൽ ഒരാളാണ് ഭാസ്കരൻ സാർ. അന്ന് 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ബിച്ചു. അന്നത്തെ തേർഡ് ഫാം. വിളപ്പിൽ രാഘവൻ നായർ എന്ന് പറയുന്ന എൻ്റെയും കൂടി ഒരു അധ്യാപകൻ. അദ്ദേഹത്തിന് ബിച്ചുവിൻ്റെ കുടുംബവുമായി അത്രയേറെ ബന്ധമുള്ള ഒരു അധ്യാപകനാണ്. ഒരു സ്വാതന്ത്ര്യ ദിനം ആഗസ്റ്റ് 15 ആഘോഷം എൻ്റെ ഓർമ്മയിൽ വരികയാണ്. അപ്പോൾ അന്ന് രാഘവൻ നായർ സാർ ആ വക ആഘോഷങ്ങളിലെല്ലാം എന്നെ കൂടി ചുമതലപ്പെടുത്തും. അന്ന് സാഹിത്യകാരൻ ജി ശങ്കരക്കുറുപ്പാണോ അത് ഓർക്കണില്ല ഞാൻ, 54-ൽ ഒരു മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ഒരു കവിത എഴുതി സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ച്. ബിച്ചു ഓർക്കണുണ്ടത്. അപ്പോൾ രാഘവൻ നായർ സാർ എന്നോട് പറഞ്ഞു, ഇത് നമുക്കിവിടെ മൈക്കിലൂടെ അവതരിപ്പിക്കണം. ഞാൻ ബിച്ചു അതാ നിൽക്കണം വിളിക്കാമെന്ന് പറഞ്ഞു. ശിവശങ്കരൻ എന്നാണ് ഒരു പേര്. ശിവശങ്കരൻ അതാ നിൽക്കണം വിളിക്കൂ. ഞാൻ വിളിച്ച് ഈ ബുക്ക് കയ്യിൽ കൊടുത്തു. മാക്സിമം വന്നാൽ ഒരു 10 മിനിറ്റ്സ് ഇതങ്ങോട്ട് മാറി നിന്ന് ബിച്ചു വായിച്ചിട്ട് എത്രയോ കാലം പാടിപ്പഴകിയതുപോലെ ആ കവിത പൂർണ്ണമായും അത് വായിച്ചു. അങ്ങനെയാണ് ബിച്ചുവിൽ ഒളിഞ്ഞു കിടന്ന ആ കവിതാഗുണം രാഘവൻ നായർ സാറിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു. 63 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഈ മണ്ണിൽ ജന്മം തന്ന എൻ്റെ അമ്മ അന്തി ഉറങ്ങുന്നത് അവിടെയാണ്. അച്ഛൻ അന്തി ഉറങ്ങുന്നത് തൊട്ടപ്പുറത്താണ്. ആ സ്ഥലം ഇപ്പോൾ സ്വന്തമല്ല. ഈ സ്ഥലം ഞങ്ങൾക്ക് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടദാനമായിട്ട് കൊടുക്കുന്ന ജഡ്ജി അദ്ദേഹത്തിൻ്റെ പുത്രി, മൂത്ത മകൾ, അവരന്തി ഉറങ്ങുന്നത് തൊട്ടടുത്താണ്. അതേപോലെ എൻ്റെ ഭർത്താവും വേടമല എസ്റ്റേറ്റിൻ്റെ കാരണവരുമൊക്കെ ആയിരുന്ന ആ അപ്പൂപ്പൻ അന്തി ഉറങ്ങുന്ന അപ്പുറത്താണ്. ഇങ്ങനെ ഒരു 2 ജനറേഷൻ മുഴുവൻ അന്തി ഉറങ്ങുന്ന ഈ സ്ഥലത്ത് ഇപ്പോൾ എൻ്റെ അനിയൻ്റെ ഈ ഒരു സ്ഥലം മാത്രമല്ലാതെ മറ്റൊന്നുമില്ല. തിരുമല ഇപ്പോഴും എൻ്റെ പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. എൻ്റെ പാട്ടുകൾ മുഴുവൻ വരുന്നത് ആ വഴിക്ക് തന്നെയാണ്. ഇതെൻ്റെ അനിയനാണ്, എൻ്റെ അനുജത്തിയുടെ അനിയനാണ്. അവൻ AG's ഓഫീസിലെ നല്ലൊരു സംഗീതക്കാരൻ കൂടെയാണ്, നല്ല ഗായകനും കൂടെയാണ്. പിന്നെ കണ്ടമാനം കുട്ടിക്കാലത്ത് ഒരുപാട് ഗാനങ്ങൾ ഞാൻ എഴുതിയിട്ടുള്ളത്, ഞാൻ സംഗീതം ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് ഗാനങ്ങളുടെ കഥ പറയാൻ ഇവന് പറ്റും. നീ ഒന്ന് പറയാം. ഞങ്ങളുടെ ബാല്യകാലത്ത് ഞങ്ങളെല്ലാം ഓടിക്കളിച്ച് നടക്കുന്ന സമയത്തൊക്കെ ഒരുപാടും ചേട്ടൻ്റെ കവിതകൾ തന്നെയാണ് കുട്ടിക്കവിതകൾ. അത് കുറേയധികം കുട്ടിക്കവിതകളും ഒക്കെയാണ്. എന്നാലും ആ ഒരു പ്രായത്തിൽ എനിക്കിപ്പോൾ ഒരു ഞാനും ചേട്ടനുമായിട്ട് ഏതാണ്ട് 8 വയസ്സിൻ്റെ വ്യത്യാസമാണ്. ആ സമയത്ത് എനിക്കൊരു 10, 12, 13 വയസ്സൊക്കെ ഉള്ളപ്പോൾ 20 വയസ്സുകാരനായ ചേട്ടൻ എഴുതിയിട്ടുള്ള പാട്ടുകൾ ഒരുപാട് ഞങ്ങളിങ്ങനെ ആ സമയത്തൊക്കെ, അപ്പോഴേ നല്ലൊരു കവിതാവാസനയും ഒക്കെ ഉള്ള ചേട്ടൻ, അന്നേ അപ്പൂപ്പനൊക്കെ അതിനെക്കുറിച്ചൊക്കെ CA ഗോവരുള്ള എന്ന് പറയുന്ന അച്ഛൻ ഒരുപാടൊക്കെ പ്രശംസിച്ചുമൊക്കെ പറയുന്ന ഒരു സമയങ്ങളൊക്കെയാണത്. അന്നിങ്ങനെ ധാരാളം ഏതെങ്കിലും ഓർമ്മയുണ്ടോ ചേട്ടൻ്റെ ഒരു 1-2 ഒക്കെ ഓർമ്മ വരുന്നത് കാർമുകിലേ അത് ചേട്ടൻ എഴുതിയ ഒരു കുട്ടിക്കാലത്ത് ഞങ്ങളുടെ അന്ന് ചേട്ടൻ ഒരു ചെറിയൊരു, അതും കൂടെ പറയാൻ അനുബന്ധമായിട്ട്, ഒരു ചെറിയ വാരിക പോലെയൊക്കെ ഞങ്ങളുടെ കൈയെഴുത്ത് പ്രതി പോലെ ചേട്ടൻ ഒരു കേസരി എന്നും പറഞ്ഞൊരു വാരികയൊക്കെ എഴുതി പ്രചാരത്തിലുണ്ടായിരുന്നു. അതിൽ ഇങ്ങനെ ചേട്ടൻ എഴുതിയിരുന്ന ഓരോ ആഴ്ചയും ഓരോ കവിതയൊക്കെ എഴുതും. അതിൽ എനിക്ക് പ്രധാനമായിട്ട് ഓർമ്മ വരുന്ന 1-2 കാർമുകിലേ, പിന്നെ എന്താ മലർവാടി പൂത്തു, ഇങ്ങനെയൊക്കെയുള്ള വഴിയിൽ മലർവാടി പൂത്തൊക്കെ നല്ല രസമായിരുന്നു. ഞാൻ കാർമുകിലേ ജസ്റ്റ് ഒന്ന് വേണേ ഒന്ന് മൂളാം. കാർമുകിലേ വേഴാമ്പൽ കുഞ്ഞാണു ഞാനൊരു വേഴാമ്പൽ കുഞ്ഞാണു ഞാൻ, എനിക്കു തരുമോ തെളിനീരിത്തിരി ദാഹം വളരുന്നു ദേഹം തളരുന്നു. ഇനി ഇതിൻ്റെ ഒരു രസം പറയുകയാണെങ്കിൽ ഈ പാട്ട് ട്യൂൺ ചെയ്തതും ചേട്ടൻ തന്നെയാണ്.
ആ സമയത്തൊക്കെ ഇതിന് സംഗീതം കൊടുത്തതും ചേട്ടൻ തന്നെയാണ്. ഈ അങ്ങനത്തെ ഈ പാട്ടുകളെല്ലാം ചേട്ടൻ്റെ തന്നെ ട്യൂണുമാണ്. ഞങ്ങളെല്ലാം കൊച്ചുനാളിൽ സ്കൂളുകളിലൊക്കെ പാടി സമ്മാനമൊക്കെ വാങ്ങിച്ചിട്ടുള്ള പാട്ടുകൾ. ചേച്ചിയും ഒക്കെ ഇതൊക്കെ പാടി സമ്മാനം ആ സമയത്ത് എഴുതിയാണ് ചന്തമിഴുന്നൊരു പൂവയൊക്കെ. ചേട്ടാ ഒന്ന് പതുക്കെ ഒന്ന് പാടി. മുഴുവൻ അറിയില്ല. ചന്തമെഴുന്നൊരു പൂവേ നീ ഇനി എന്തിനു വിടരുന്നു, നീ ഇനി എന്തിനു വിടരുന്നു, വാടിക്കൊഴിയും നാളെ മോഹന വാടിയതിൽ നീയും, മോഹന വാടിയതിൽ നീയും, ചന്തമെഴുന്നൊരു പൂവേ. വണ്ടുകളണി ചേർന്നഴകെ നിന്നെ തെണ്ടി നടന്നീടും, നിന്മണമൊന്നു കുറഞ്ഞാൽ അവരും നിന്നെ മറന്നു. ഇതൊക്കെ അത് നിൻ തരുണികളെ നിന്മധുണ്ടു കഴിഞ്ഞാലായവ നിന്നെ മറന്നീടും. പണ്ട് ശരിക്കും ഇപ്പോഴത്തെ പെൺവാണിഭത്തിൻ്റെ ഒരു പൂവിനോടെ പെണ്ണിനെ ഉപയോഗിച്ചാൽ ആ തരത്തിൽ വന്ന് എഴുതിയതാണ്. അതൊക്കെയാണ് അപ്പൂപ്പൻ എന്ന് വളരെ പ്രശംസയായിട്ടും ഒക്കെ പറഞ്ഞിരുന്നത്. എടാ നിനക്ക് ഈ ഭാവനയൊക്കെ തോന്നണോ ഈ പ്രായത്തിലെന്നൊക്കെ പറഞ്ഞു. സാഹിത്യത്തിലൂടെ സംഗീതവും സംഗീതത്തിലൂടെ സാഹിത്യവും എനിക്ക് ഉപദേശിച്ചു തന്ന എൻ്റെ അമ്മായി എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ പെങ്ങൾ, കേരളം മുഴുവൻ അറിയപ്പെട്ടിരുന്ന ഒരു വലിയ പ്രഗത്ഭനായ വാഗ്മിയും പണ്ഡിതനുമായിരുന്നു വിദ്വാൻ CI ഗോപാലപിള്ള എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന എൻ്റെ മുത്തച്ഛൻ. അമ്മായി എനിക്ക് സാഹിത്യത്തിൽ എങ്ങനെ സംഗീതം കലർത്താം, സംഗീതത്തിലൂടെ എങ്ങനെ സാഹിത്യത്തെ ഉപയോഗിക്കാം എന്നുള്ളതിൽ കുട്ടിക്കാലം മുതൽ എന്നെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ പല സദസ്സുകളിലും പോയി എൻ്റെ കവിത തന്നെ ഞാൻ കവിതയാക്കി സംഗീതമയമാക്കി പാടുമെങ്കിൽ ആൾക്കാർക്ക് അത് രസിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും എൻ്റെ അച്ഛനും അച്ഛൻ്റെ പെങ്ങളായ അമ്മായിക്കും ഉള്ളതാണെന്നുള്ളത് യാതൊരു സംശയമില്ലാതെ പറയാൻ പറ്റും. ബിച്ചു ഇത്ര പ്രസിദ്ധനായ ഒരു കവിയായി തീരുമെന്നൊന്നും അന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. പിന്നെയല്ലേ ഓരോ കവിതകളും കേട്ട് അതിൻ്റെ എന്തെന്നാ പറയേണ്ടത്, പണ്ഡിതനാണോ അതെയോ സംഗീതജ്ഞനാണോ എന്നൊന്നും പ്രത്യേകിച്ച് പറയാനൊക്കില്ല. ആ രീതിയിലാണ് ബിച്ചുവിൻ്റെ കവിതകൾ. ഹിന്ദുജനെങ്കിലും ഹിന്ദുവല്ല, മുസൽമാനായി പിറന്ന ഞാൻ മുസ്ലിമല്ല, ശുദ്ധ ക്രൈസ്തവനായി ജന്മമേറ്റെടുത്തെങ്കിലും ക്രിസ്ത്യാനിയല്ല ഞാൻ വിശ്വമാനവൻ. ആ കവിത ഞങ്ങൾക്കെല്ലാം വലിയ ഇഷ്ടമാണ്. ഞാൻ എല്ലായിടത്തും ഈ കവിതയെപ്പറ്റി പറയാറുണ്ട്, ചൊല്ലി കേൾപ്പിക്കാറുമുണ്ട്. കുട്ടിക്കാലത്ത് ഈ ശബ്ദത്തിലൂടെയാണ് ഞാൻ കവിത പഠിച്ചു വളർന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് അമ്മായിയുടെ അടുത്ത് എന്തുമാത്രം അതെൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളത് ഓർമ്മിക്കാമല്ലോ.